ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ഞാനടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ആഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം ഭാഷയിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷൻ കിട്ടണം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇൻഡിക് കീബോർഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ വീഡിയോടൊപ്പം ഇതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്താത്തത് ഇതിലൂടെ ഇൻസ്റ്റാൾ ചെയ്താൽ ചില ഓപ്ഷനുകൾ ഹൈഡായി പോകും എന്നത് അനുഭവത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻഡിക് കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് സൗജന്യമായി നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകതകളിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത ഭാഷകൾ മുഴുവൻ മംഗ്ലീഷ് അടക്കം ഒരൊറ്റ കീബോർഡിൽ നിന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് മാറ്റം വരുത്തി ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നത്. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻഡിക് കീബോർഡ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. തുടർന്ന് ഡിഫോൾട്ട് സാംസങ് കീബോർഡ് എന്ന ഭാഗത്ത് പ്രസ് ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് ഇൻഡിക് കീബോർഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് ഡിഫോൾട്ട് ഇംഗ്ലീഷ് ഇൻഡിക് കീബോർഡ് പ്രസ് ചെയ്യുക. അതിനുശേഷം താഴെ സെറ്റപ്പ് ഇൻപുട്ട് മെത്തേഡ്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇൻഡിക് കീബോർഡ് എന്ന് കാണുന്ന ഭാഗത്തെ വലതുഭാഗത്ത് കാണുന്ന ഗിയർ ചിഹ്നത്തിൽ പ്രസ് ചെയ്യുക. തുടർന്ന് ഇൻപുട്ട് ലാംഗ്വേജസ് എന്ന ഭാഗം ഏറ്റവും മുകളിൽ കാണുന്ന ആ ഭാഗത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്ന് കാണുന്ന ഭാഗത്തുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷകൾ സെലക്ട് ചെയ്യുക. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇംഗ്ലീഷ് വേണമെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഉറുദു വേണമെങ്കിൽ ഉറുദു, ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി, മലയാളമാണ് വേണമെങ്കിൽ മലയാളം അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. മലയാളം ഇൻസ്ക്രിപ്റ്റ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. മലയാളം ലിപ്യന്തരണം എന്ന ഭാഗത്തും ടിക്ക് മാർക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ സഹായകമാകും. തുടർന്ന് ബാക്ക് വരിക. ഇവിടെ ഓട്ടോ ക്യാപിറ്റലൈസേഷൻ എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. വൈബ്രേറ്റ് ഓൺ കീ പ്രസ് എന്ന ഭാഗം നിങ്ങൾക്ക് വൈബ്രേറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് വേണമെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. സൗണ്ട് ഓൺ കീ പ്രസ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ഭാഗത്തൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴെ നെക്സ്റ്റ് വേർഡ് സജഷൻസ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. തുടർന്ന് തൊട്ട് താഴെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ മുഴുവനും ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെ കളർ സ്കീം സെലക്ട് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ്സ് ഏത് കളറാണ് വേണ്ടത് എന്നത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ ബ്ലൂ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ ഇൻഡിക് കീബോർഡിൻ്റെ സെറ്റിംഗ്സ് പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ വാട്സപ്പ് ഓൺ ചെയ്യുകയാണ്. ഇതിൽ എൻ്റെ അനുജനായ തൻസീർ ഹാഷിമിനെ ഞാൻ ചാറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് കീബോർഡാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഹായ് തൻസീർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് മലയാളമാണ് വേണമെങ്കിൽ അത് താഴെ കാണുന്ന സ്പേസ് ബട്ടണിൽ, അതായത് ഇംഗ്ലീഷ് എന്നെഴുതിയ സ്പേസ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. തുടർന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷകൾ മുഴുവൻ ഇവിടെ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. മലയാളം വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക.
ഇപ്പോൾ മലയാളം കീബോർഡ് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അനായാസം ഏത് ഭാഷയും ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മംഗ്ലീഷ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മലയാളം ലിപ്യന്തരണം എന്ന ഭാഗം സെലക്ട് ചെയ്യാം. തുടർന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏത് ഭാഷയും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കീബോർഡാണ് ഈ ഇൻഡിക് കീബോർഡ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും തന്നെ ഏറ്റവും താഴെ കാണുന്ന സാംസങ് കീബോർഡ് സെലക്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇൻഡിക് കീബോർഡിൻ്റെ എല്ലാ ഓപ്ഷനുകളും വീണ്ടും റീസെറ്റിംഗ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവിടെ വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അറിവുകൾ പകർന്നു കൊടുക്കുക. തൽക്കാലം നിർത്തുന്നു. ബൈ.